മിൽക്ക് പേട എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മിൽക്ക് പേട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം 1 ലിറ്റർ പാല് ഈ ഒരു കടായിലേക്ക് ഒഴിക്കാം. നാല് കപ്പ് പാല്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈഡിൽ പറ്റി പിടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വടിച്ചിനകത്തേക്ക് ഇടണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് ഒരു 2/3 പറ്റണം, അതുവരെ വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. സൈഡിൽ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് പാലിലേക്ക് തന്നെ ചേർക്കുക. അങ്ങനെ വറ്റിച്ചെടുക്കുക. നമ്മൾ പാല് വറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 1 ലിറ്റർ എന്നുള്ളത് ഒരു 1/2 ലിറ്ററോളമായിട്ടുണ്ട്. ഇനി ഇത് വറ്റി വരണം. അപ്പോൾ സൈഡിൽ നിന്നുള്ളതെല്ലാം ഇതേപോലെ സ്ക്രേപ്പ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പാല് വറ്റി അത്യാവശ്യം തിക്കായി ഒരു 1/3 ആയി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഷുഗർ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഒത്തിരി മുന്നേ നമ്മൾ ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ അത് കാരമലൈസ്ഡ് ആവും, കളർ മാറും. അപ്പോൾ അത് മാറാണ്ടിരിക്കാനായിട്ടാണ് ലാസ്റ്റിൽ നമ്മൾ ഷുഗർ ചേർക്കത്തുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. വീണ്ടും ഇത് നന്നായിട്ട് തിക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സായി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യുക. ഇത് കൂളായി കഴിയുമ്പോൾ വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്തിടുക. കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേട ഉണ്ടാക്കി കഴിയുമ്പോൾ ഹാർഡായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇച്ചിരി ആയിനിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇത് ഫുൾ കൂളാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിക്സർ ചൂടാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചൂടാറാനായിട്ട് വെക്കുമ്പോൾ എപ്പോഴും സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മൂത്ത് ആവാനായിട്ടാണ്. ആ പിരിവിരാന്നുള്ള ടെക്സ്ചർ മാറി നല്ല സ്മൂത്ത് ആവാനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. തേച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം കൂളായി. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ പേട ഉണ്ടാക്കാം. അപ്പോൾ പേട ഉണ്ടാക്കാനായിട്ട് പേട പ്രസ് അവൈലബിൾ ആണ്. അപ്പം നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഡിപ്പ് കൊടുക്കുക. പ്ലേറ്റിലേക്ക് വെക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ എപ്പോഴും ഇച്ചിരി നെയ്യ് കയ്യിൽ തേച്ചാൽ മതി. ചെറിയൊരു ഡിപ്പ് കൊടുത്തിട്ട് വെക്കുക. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിസ്റ്റാഷ്യോസും ആമണ്ട്സും ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇവിടെ പിസ്റ്റാഷ്യോസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ ചോപ്പ് ചെയ്തേക്കുന്നതാണ്. അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന അളവ് ഒരു 220 ഗ്രാം മിൽക്ക് പേടയാണ് നമുക്ക് ഈ അളവിൽ നിന്ന് കിട്ടുക. എണ്ണം പറയുവാണെങ്കിൽ ഏകദേശം ഒരു 12 ഈ സൈസിലുള്ള പേട, മിൽക്ക് പേട. അപ്പം നല്ല സോഫ്റ്റ് പേടയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ടേസ്റ്റിയാണ്. ഇത് കുറച്ചും കൂടെ സെറ്റാവണം. ഇപ്പം ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. അത് ഫുൾ സെറ്റായി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.